ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നത്തെ വീഡിയോ ലെഗിങ്സിൻ്റെ പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു 2 ഇയർ ഓൾഡിൻ്റെ പാറ്റേണാണ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു ലെഗിങ്സ് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് പാറ്റേൺ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രേസ് ചെയ്തിട്ടാണ് പാറ്റേൺ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 2 ഇയർ ഓൾഡിൻ്റെ ലെഗിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പേപ്പറിൻ്റെ സെൻറ്റർ പാർട്ട് നോക്കിയിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് ഈ ലെഗിങ്സിൻ്റെ ഫ്രണ്ട് ലെഗ് പോർഷൻ എടുത്ത് ആ ലൈനിനോട് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ട്രേസ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് വയ്ക്കുമ്പോൾ ഈ ക്രോച്ച് പോർഷൻ, ഫ്രണ്ട് ക്രോച്ച് പോർഷൻ എപ്പോഴും ബാക്ക് പോർഷനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്, അത് കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ പാൻസ് മൂവ് ആവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ടേപ്പൊക്കെ വെച്ച് അത് ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിൻസും യൂസ് ചെയ്യാം. പിൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് മൂവ് ചെയ്യാതെ ഇങ്ങനെ നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ലെഗ് പോർഷൻ ട്രേസ് ചെയ്യാം. നെക്സ്റ്റ് ട്രേസ് ചെയ്യാൻ പോകുന്നത് ഈ വേസ്റ്റിൻ്റെ പോർഷനും പിന്നെ ക്രോച്ചിൻ്റെ പോർഷനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വേസ്റ്റ് ബാൻഡിൽ കുറച്ച് ഗ്യാദറിങ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ ലെങ്ത്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിതൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഒരു പിൻ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഈ വേസ്റ്റ് ബാൻഡിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ മേളിലൂടെയാണ് ഞാനിത് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രോച്ച് പോർഷനും ഞാനിങ്ങനെ പിൻ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ആ മാർക്കിങ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ മാർക്കിങ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ഞാൻ ട്രേസ് ചെയ്യാൻ പോകുന്നത് ഈ ലെഗിങ്സിൻ്റെ ബാക്ക് ലെഗിൻ്റെ പോർഷനാണ്. അപ്പോൾ അതിന് ലെഗിങ്സ് നമ്മൾ ബാക്ക് സൈഡ് തിരിച്ചിട്ട് ആ ലെഗ് പോർഷൻ മറ്റേ സെൻറ്റർ ലൈനുമായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് വയ്ക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നേരത്തെ വരച്ച ഫ്രണ്ട് പോർഷൻ്റെ ആ ബോട്ടം ലൈൻ ഉണ്ടല്ലോ, ആ ലൈനുമായിട്ടും നമ്മൾ അലൈൻ ചെയ്ത് വയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ലെഗ് ഹോൾ സെയിം ലെവലിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ അത് കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആ ലൈനുമായിട്ടും സെൻറ്റർ ലൈനുമായിട്ടും ഞാൻ അലൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ടേപ്സ് യൂസ് ചെയ്ത് അതിനവിടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ പോവാണ്. എന്നിട്ട് ഞാനിത് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ അതേ രീതിയിൽ ട്രേസ് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ പാറ്റേൺ ഞാൻ ഓൾമോസ്റ്റ് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലെഗിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടും ബാക്കും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ബാക്ക് പോർഷൻ്റെ ലെങ്ത്ത് ഓൾമോസ്റ്റ് ഒരു 8.25 ഇഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത് നോക്കുവാണെങ്കിൽ 8.25 ഇഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് ലെഗ് പോർഷനിൽ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് സെയിം ആയിട്ട് ആക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട് ലെഗിൻ്റെ ലെങ്ത്ത് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി, പിന്നെ ഈ ക്രോച്ചിൻ്റെ കർവും അതുപോലെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഈ ലെഗിങ്സിൻ്റെ ലെഗ് ഹോളിൽ ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ചെയ്യുന്നുണ്ട്.
ഈ സ്കെയിൽ മറ്റേ ആ ലൈനിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് താഴോട്ട് ഇറക്കി അതിനെ ഒന്ന് 90 ഡിഗ്രി ആംഗിളായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കോർണേഴ്സും 90 ഡിഗ്രി ആംഗിളായിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിനെ ഒന്ന് ഇങ്ങനെ കേർവായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സീം അലവൻസ് അല്ലെങ്കിൽ തയ്യൽ തുമ്പാണ്. അപ്പം എല്ലാ സൈഡിലും നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. ലെഗിൻ്റെ സൈഡും ലെഗ് ഹോൾസിലും എല്ലായിടത്തും നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ മാത്രം ഞാനൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. കാരണം ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇതിന് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. നമ്മളിനി കുറച്ച് കാര്യങ്ങൾ ഈ ലെഗിങ്സ് പാറ്റേണിൽ നോട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇതൊരു 2 ഇയർ ഓൾഡിൻ്റെ ലെഗിങ്സ് പാറ്റേൺ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഏതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് 1/2 ഇഞ്ച് സീം അലവൻസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വേസ്റ്റ് ബാൻഡ് 1 ഇഞ്ചാണ്, 1/2 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലെഗിങ്സിൻ്റെ പാറ്റേൺ റെഡിയാണ്. അപ്പോൾ ഈ പാറ്റേൺ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.